ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവിനടുത്താണ്. ഇവിടെ 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും ഒരു യൂട്ടിലിറ്റി സ്പേസും ഉള്ള ഒരു അടിപൊളി ഇരുന്നില ഇവിടെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പുറമേ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ബോക്സി കണ്ടംപററി ഡിസൈനാണ്. എന്നാൽ അകത്തേക്ക് ഒരു ലക്ഷറി ആയിട്ടുള്ള വീടാണ്. നിങ്ങളൊരു 1 കോടി ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം. ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് നോക്കുകയാണെങ്കിൽ റിമോട്ട് ലോക്കാണ് വരുന്നത്, ഇലക്ട്രിക്കൽ ഗേറ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗേറ്റ് ഓപ്പൺ ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും വെച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ആവുന്നതാണ്. സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ മുറ്റം വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. വലിയ SUV സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 വണ്ടികൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. നമുക്ക് നേരെ കാണുന്ന ഭാഗത്തേക്ക് ഒരു ചെറിയ കാർ പാർക്ക് ചെയ്യും, അതുപോലെ ഇവിടെ ആയിട്ട് വലിയ കാർ പാർക്ക് ചെയ്യും. അങ്ങനെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് വെള്ളത്തിനായിട്ട് ഇവിടെ കിണർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ KW കേരള വാട്ടർ അതോറിറ്റി കണക്ഷനും എടുക്കാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിണർ നോക്കുകയാണെങ്കിൽ ഒരു വുഡിൻ്റെ ഡിസൈൻ, അതായത് ഒരു മരത്തിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ആ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സൈഡുണ്ട്, ഇങ്ങോട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഒരു ക്ലാഡിങ് എല്ലാം കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണാണ്. അവിടെ 6 വേ ആയിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകും. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ട്രെഡ് ഗ്രാനൈറ്റ് ആണ്, അതുപോലെ ലെപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ടൈൽ നോക്കുവാണെങ്കിൽ കജേരിയും അതുപോലെ സൊമാനിയുടെയും ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നില്ല. അതുപോലെ 160/80 സൈസിലുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ വിൻഡോസ് നോക്കുവാണെങ്കിൽ പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കുള്ള കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ഫ്രണ്ട് കതക് നോക്കുവാണെങ്കിൽ പ്ലാവിലാണ്, കട്ടളയും കതകും പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിവിശാലമായിട്ടുള്ള വീടിൻ്റെ ലിവിങ് ഏരിയ കാഴ്ചകളിലേക്ക് വരാം. നമ്മുടെ ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന 160/80 സൈസിലുള്ള വെട്രിഫൈ ടൈലാണ്. ഇവിടെ കജാരിയും സൊമാനിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു വാട്ടർഫോൾ കാണാം. അതിനകത്ത് നാച്ചുറൽ സ്റ്റോണാണ്, അതിനകത്താണ് ഈ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കാണെങ്കിൽ ഒരു പോണ്ട് പോലെ ഒരു ചെറിയൊരു ഫിഷിനെയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫിഷ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിന് ഓക്സിജൻ സെറ്റ് ചെയ്യാനുള്ള അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് പോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ നമുക്ക് പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആർട്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ട്രഡീഷണൽ ഡിസൈൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന് മുകളിലേക്ക് പർഗോളം 4 പർഗോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ സൺലൈറ്റും കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ TV യൂണിറ്റിലേക്ക് വരാം. ഇവിടുത്തെ ഒരു TV യൂണിറ്റ് നോക്കുവാണെങ്കിൽ HDMR ആണ്. അതിനകത്ത് പെയിൻറ്റിലാണ് ഈ ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള TV യൂണിറ്റിനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് മുകളിലായിട്ട് WPC പാനലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 3 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ആ 2 ഭാഗത്തുമായിട്ടും ഒരു പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫാൻ നോക്കുവാണെങ്കിൽ പോളിക്യാബിൻ്റെ BLDC ഫാനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റിമോട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് വരുവാണെങ്കിൽ ഒരു ലീഫ് ഡിസൈനിലുള്ള LES എന്ന ബ്രാൻഡിൻ്റെ സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം വാറണ്ടി ഉള്ളതാണ്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നീറ്റായിട്ടാണ് ഈ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ട് ലിവിങ് ഏരിയയാണ്. അതുകൂടാതെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ആയിട്ട് നാച്ചുറൽ പ്ലാന്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിൽ നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്കൊരു ലിക്വിഡ് വാൾ പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്കും പ്രത്യേകിച്ചാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ 160/80 സൈസിലുള്ള വെട്രിഫൈ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ നമുക്ക് ഇവിടെയും ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ടും നമുക്കെന്താണ് ഒരു വാമായിട്ടുള്ള ജിപ്സം സീലിംഗ് ഏരിയയാണ്. ഇവിടെയും പോളിക്യാബ് തന്നെയാണ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് വരാം. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഹാവൽസ് ആണ്, MCB LCB എല്ലാം ഹാവൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിലവിൽ സിംഗിൾ ഫേസാണ് ഉള്ളത്. നമുക്ക് 3 ഫേസ് വരുവാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷിംഗ് ഏരിയയിലേക്ക് വരാം. വാഷിംഗ് ഏരിയ നോക്കുവാണെങ്കിൽ നമുക്ക് മിററിൻ്റെ ഏരിയ നോക്കുവാണെങ്കിൽ തന്നെ ടച്ച് ചെയ്ത് നമുക്ക് 3 കളർ ഉണ്ടാവും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ മിററാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഈ മിററിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ഗ്ലിറ്ററി ഷെയ്ഡിലുള്ള ടൈപ്പ് കാർഡിങ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് 2 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ബേസിനും കാണാം. അതുകൂടാതെ നമുക്ക് ടേബിൾ ടോപ്പ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. 2 സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം HDMR തന്നെയാണ്. അതിൽ മൈക്ക ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് കിച്ചണിലേക്ക് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു വീഡിയോ ഡോർ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ നമുക്ക് വീഡിയോ ഡോർ ഫോൺ നോക്കുവാണെങ്കിൽ പുറമെ ആരാനുള്ളത് നമുക്കെല്ലാം അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആർച്ചിലായിട്ട് ഇവിടെ ആയിട്ട് സിംഗിൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണത്. അതുപോലെ ഇവിടെ ആയിട്ട് ഇതിനകത്തായിട്ട് പോയിന്റ് ലൈറ്റ് കാണാം. നമുക്കെന്ത് ചെറിയ ഷെൽഫ് അല്ലെങ്കിൽ ഹോം ഡെക്കോർ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു കിച്ചൺ നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രീമിയം ആയിട്ടാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ടേബിൾ ടോപ്പ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. അതും G7 ഗ്രേഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫേബറിൻ്റെ ബ്രാൻഡാണ്. ഇത് സെൻസർ യൂസ് ചെയ്താണ്, അതായത് ഹാൻഡ് ഗസ്റ്ററാണ്. ഇതെല്ലാം ഫേബർ തന്നെയാണ്, എല്ലാം വാറണ്ടി ഉള്ളതാണ്. നമ്മുടെ കബോർഡ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അപ്പർ ക്യാബിനറ്റ് നോക്കുവാണെങ്കിൽ ഇതെല്ലാം HDMR ആണ്. അതിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. മുകളിലേക്കുള്ള അപ്പർ ക്യാബിനറ്റ് എല്ലാം HDMR തന്നെയാണ്, എല്ലാം മൈക്ക ലാമിനേഷനാണ്. താഴെ അങ്ങനെ തന്നെയാണ്. എല്ലാം നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള സോസർ യൂണിറ്റും അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു ടോൾ യൂണിറ്റ് കാണാം. ഇതിനകത്ത് നമുക്ക് മൈക്രോവൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ യൂട്ടിലിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഓപ്ഷൻ വരുന്നു. ഇവിടെ സ്വിച്ച് ബോർഡ് കാണാം. ആ ഒരു ലീഫ് ഡിസൈനിലുള്ള സ്വിച്ച് ബോർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കിച്ചൺ മാത്രമല്ല നമുക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ വർക്കിൻ്റെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്കും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഒരു വാസ്തു പ്രകാരം 2 ഭാഗത്തായിട്ടും ഡ്രില്ല് ചെയ്ത ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട്. ഈ വീടിന് ഈസ്റ്റ് ഫേസിംഗ് ആണ്. വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യം പറയാൻ ഓർമ്മിച്ചത്. അതായത് ഈ വീട് ഈസ്റ്റ് ഫേസിംഗാണ് വരുന്നത്. അതാണ് വേറെ പ്രത്യേകത. അപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷറി ആയിട്ടുള്ള വീട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടെ താഴെ 2 റൂമാണ് ഉള്ളത്. മുകളിൽ ബാക്കി 2 റൂമും ഒരു ഹോം തിയേറ്ററും വരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കഥകളം നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി തന്നെയാണ്. പക്ഷേ ഈ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 16 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. ഇവിടെ എല്ലാം വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആർച്ച് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് HDMR തന്നെയാണ്. അതിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ ടെക്സ്ചർ കൊടുത്തിട്ടുള്ളതുണ്ട്. അങ്ങനെ 2 രീതിയിലുള്ള ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു സ്റ്റഡി ഏരിയ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഇവിടെ നമുക്ക് ലാപ്പ് യൂസ് ചെയ്തു അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കൃത്യമായി തന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റുകൾ കാണാം. നമ്മുടെ ഈ വാർഡ്രോബ് നോക്കുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇവിടുത്തെ ഡോർസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹിഞ്ചസ് എല്ലാം സ്ലീക്കിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിച്ചണിലും അങ്ങനെ സ്ലീക്കിൻ്റെയാണ് ഹിഞ്ചസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു വിൻഡോയിലേക്ക് ഇവിടെയും കാണാം. അതെല്ലാം ബ്ലൈൻഡിനെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ബെഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം HDMR തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഡ്രസ്സിങ് യൂണിറ്റോട് ചേർന്ന് തന്നെയാണ് വാഷ്റൂമിലെ ഡോർ വരുന്നത്. ഇതെല്ലാം PVC ഡോർസ് തന്നെയാണ്. നല്ലൊരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വരുവാണെങ്കിൽ ഇവിടെ 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ക്ലോസറ്റ് നോക്കുകയാണെങ്കിൽ സെറയാണ്. അതുപോലെ വാഷ് ബേസ് സെറയാണ്. ഇനി ഇവിടുത്തെ ഫിറ്റിംഗ്സ് എല്ലാം CP ഫിറ്റിംഗ്സ് എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭിത്തി നോക്കുവാണെങ്കിൽ 4x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വെറ്റ് ഏരിയ. ഇവിടെ ചെറുതായിട്ട് ഹൈറ്റ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡൗൺ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഒരു അപ്പ് സൈസിലുമാണ്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും മുകളിലേക്ക് വരില്ല, അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സോപ്പ്, അതുപോലെ ലിക്വിഡ് യൂസ് ചെയ്യാൻ എല്ലാം സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് 2ാമത്തെ റൂം. ഈ 2ാമത്തെ റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x11 സൈസാണ്. 12 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. ഇവിടെ എല്ലാം 160x80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഭാഗത്തായിട്ടും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം HDMR തന്നെയാണ്. അതിനകത്ത് ഈ പറയുന്ന ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അത് സെൻട്രലായിട്ട് ഒരു സെൻട്രൽ യൂണിറ്റായിട്ടാണ് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. 2 ഭാഗത്തായിട്ടും ഡോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് ഇപ്പോൾ വാഷ്റൂം നേരത്തെ കണ്ടോടെ തന്നെയാണ് PVC ഡോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു
സൈസ് നോക്കുവാണെങ്കിൽ ഈ 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 8.5 അടിയോളം നീളവും ഏകദേശം 5 അടിയോളം വീതിയും വരുന്ന വാഷ്റൂമാണ്. അതുപോലെ ഫിറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സോപ്പ് വെക്കാനുള്ള യൂണിറ്റ് പോലും സെറ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് എല്ലാം ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് മുകളിലത്തെ റൂമുകളാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ സ്റ്റെയറിലേക്ക് വരുവാണെങ്കിലും ഇവിടെ ഹാൻഡ് റെയിൽ എല്ലാം ചെയ്തിരിക്കുന്നത് തടി തന്നെയാണ്, വുഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, മഹാഗണിയാണ്. അതുപോലെ ടൈല് നോക്കുവാണെങ്കിലും ട്രെഡും അതുപോലെ തന്നെ റൈസറും ടൈൽ തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാം കജാരിയുടെയും അതുപോലെ സൊമാനിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഭിത്തി നോക്കുവാണെങ്കിൽ ഫുള്ള് ലിക്വിഡ് ആയിട്ടുള്ള വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പോഞ്ച് പോലെ ഇട്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭിത്തിയിലെ ഭാഗത്തായിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ മുകളിലായിട്ട് നമുക്ക് ഒരു 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാമായിട്ടുള്ള സീലിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പോയിന്റ് ലൈറ്റ്സും അതായത് സർഫസ് ലൈറ്റും കൊടുത്ത് നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ്, മനോഹരമായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് വരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ള ഒരു അപ്പർ ലോഞ്ച് അല്ലെങ്കിൽ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. പുറകിലായിട്ട് TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം HDMR തന്നെയാണ്. അതിലൊരു ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മുകളിലായിട്ട് ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്, സർഫസ് ലൈറ്റും കാണാം. ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്നത് ഒരു സ്റ്റഡി ഏരിയയിലേക്കാണ്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമുക്കൊരു വർക്ക് സ്പേസ് അങ്ങനെ പറയാം, ആ ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ HDF മൈക്ക ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെയും സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് ബ്ലൈൻഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോറിൽ വരുന്നത് 2 റൂമുകളും ഒരു ഹോം തിയേറ്ററും ഒരു യൂട്ടിലിറ്റി സ്പേസും വരുന്നത്. പിന്നെ ഉള്ളതൊരു ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബാൽക്കണി നോക്കുവാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള ബാൽക്കണി, നല്ല ലെങ്തി ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടെ തന്നെ 160x80 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഏകദേശം 4.5 ടൈലോളം വരുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയും നീളം വരുന്നതാണ്. മുകളിലായിട്ട് നല്ല വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്നൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ഇവിടുത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് റൂം, അതായത് ഈ വീട്ടിൽ 3ാമത്തെ റൂമാണ്. ഈ റൂം നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്, നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ്. അതായത് അതേ സൈസ് തന്നെയാണ്, 16 അടി നീളവും 11 അടി വീതിയും. അപ്പോൾ ഈ ഇവിടുത്തെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് എല്ലാം അതേപോലെ സെയിം സ്പെക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ റൂമിലും 160x80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വാഷ്റൂം ഏരിയയിലേക്ക് വരാം. വാഷ്റൂം ഏരിയയിലേക്ക് നമ്മൾ താഴെ കാണുന്നത് അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാഷ്റൂം നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ട അതേ സെയിം സ്പെക്ക് തന്നെയാണ്, 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ്, വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2ാമത്തെ റൂമിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ വീട്ടിലെ 4ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ റൂം. ഈ ഒരു 4ാമത്തെ റൂം നോക്കുവാണെങ്കിലും താഴെ കണ്ട അതായത് ഇതേ റൂമിന് താഴെ വരുന്ന സെയിം സൈസ് തന്നെയാണ്, 12 അടി നീളവും 11 അടി വീതിയാണ് വരുന്നത്. 2 ഭാഗത്തും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലെല്ലാം വാമായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വിൻഡോയുടെ മുകളിലായിട്ട് ഒരു ചെറിയ 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂമിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ താഴെ കണ്ട അതുപോലെ തന്നെയാണ്, ഏകദേശം 8.5 അടി നീളവും 4 അടി വീതിയും വരുന്ന വാഷ്റൂമാണ്. അതുപോലെ ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്ത് സെറ തന്നെയാണ്, വേറെ ബ്രാൻഡൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഭിത്തിയിലെല്ലാം 4x2 സൈസിലുള്ള കജാരികൾ വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ട ഇവിടുത്തെ ഹോം തിയേറ്റർ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് നേരെ ഹോം തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഹോം തിയേറ്ററിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു വാട്ടർഫോളിൻ്റെ ആ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ മുകളിൽ നിന്ന് നേരെ സൺലൈറ്റ് ഡയറക്റ്റ് അങ്ങോട്ട് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു താഴേക്കുള്ളൊരു വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മീനൊക്കെ ഇടുവാണെങ്കിൽ ഫിഷൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ, നല്ല മനോഹരമായിട്ടുള്ള വ്യൂവും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഹോം തിയേറ്ററിലേക്ക് വരാം. ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ നല്ല നീളത്തിൽ ലെങ്തി ആയിട്ടുള്ള ഹോം തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ 4 ചെയർ സെറ്റ് 2 ഭാഗത്തായിട്ട് ചെയ്തുകൊണ്ട് 2 റോ ആയിട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മുകളിലായിട്ടും ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കാണാം, അതിനകത്ത് ബ്ലൈൻഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്പീക്കേഴ്സൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു സൗണ്ട് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ റൂം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ യൂട്ടിലിറ്റി റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ, അല്ലെങ്കിൽ ആ റൂം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കഴുകാനുള്ള തുണികളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് നമുക്ക് ഡംപ് ചെയ്യാനുള്ള സ്പേസ് വേണമെങ്കിൽ പറയാം, അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്താണോ രീതിയിലുള്ള ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ഓപ്പൺ ടെറസിലെ കാഴ്ചയിലേക്ക് പോകും. ഇവിടെ ആയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രില്ല് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നേരെ വരുന്നത്
ഒരു ചെറിയ സ്റ്റെപ്പിലേക്ക് വരുവാണ് ഈ സ്റ്റെയർ ഏരിയ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ഒരു സെമി ആയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ഭാഗത്ത് നമുക്ക് 2 പർഗോൾ കൊടുത്തിരിക്കുകയാണ്, അതിനകത്ത് ഗ്ലാസും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് 2 വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 3 ലെയർ വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വീടുള്ള സ്ഥലമാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ എല്ലാം ആൾ താമസമുള്ള വീടാണ്. ഇവിടെ തുണി വിരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും നമുക്ക് അശ കെട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഇനി ചെടി വെക്കാനുള്ള അതായത് ചെടിച്ചട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ. ടോട്ടലി 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമും ഒരു ഹോം തിയേറ്ററും ഒരു യൂട്ടിലിറ്റി സ്പേസുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 1,20,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്